ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇലക്ട്രോൺ ജെഎസിനെ കുറിച്ചാണ്. ഇലക്ട്രോൺ എന്നത് Node.js റൺ ടൈം ഉപയോഗിച്ച് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻ്റ് ആണ്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്നിവ ഉപയോഗിച്ച് സാധാരണ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ആണ് ഒരു ഇലക്ട്രോൺ ഡെസ്ക്ടോപ്പ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാൽ ഇലക്ട്രോൺ ആപ്ലിക്കേഷൻസ് ഒരു നേറ്റീവ് ആപ്ലിക്കേഷൻ അല്ല. ഇലക്ട്രോണിൽ ഒരു സിംഗിൾ കോഡ് ബേസിൽ നിന്നും ഏത് OS പ്ലാറ്റ്ഫോമിനും ഉള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൻ്റെ റെൻഡറിംഗ് എഞ്ചിനായ ക്രോമിയം ഉപയോഗിച്ചാണ് ഇലക്ട്രോൺ ഡെസ്ക്ടോപ്പ് ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോൺ ആപ്പ് ഒരു പ്യുവർ ഡെസ്ക്ടോപ്പ് ആപ്പ് ഫീൽ തരുന്നുണ്ട്. ക്രോം ബ്രൗസറിൽ യൂസ് ചെയ്യുന്ന ഡെവലപ്പർ ടൂൾസ് ഇലക്ട്രോൺ ആപ്പിലും ഇനേബിൾ ചെയ്യാനാകും. ഒരു വെബ് ഡെവലപ്പർക്ക് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോൺ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോൺ വളരെ പോപ്പുലറായ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. പോപ്പുലറായ പല കമ്പനികളും ഇലക്ട്രോൺ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ട്രോണിൽ ചെയ്ത കുറച്ച് ആപ്പുകളാണ്. ഇലക്ട്രോണിന് പിന്നിൽ സ്ട്രോങ് ആയ ഒരു ഡെവലപ്മെൻറ്റ് ടീമും മുന്നിൽ വളരെ ആക്റ്റീവായ ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റിയുമുണ്ട്. ഇലക്ട്രോൺ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ ഒരു ഇലക്ട്രോൺ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ എല്ലാ ഇൻഫർമേഷൻസും ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ ഇലക്ട്രോൺ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമസ്കാരം, നിങ്ങൾക്കൊപ്പം ഞാൻ അമൽദേവ് മഹാദേവൻ. You are watching Introduction to Electron.js, a JavaScript framework for desktop GUI. ഇലക്ട്രോൺ വെബ്സൈറ്റിൽ ഡോക്ക് സെക്ഷനിൽ എങ്ങനെ ഇലക്ട്രോൺ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെഷീൻ വിൻഡോസ് ആണ്, അതിനാൽ വിൻഡോസ് സെക്ഷനിലേക്ക് പോകാം. ഇലക്ട്രോൺ ഒരു Node.js ആപ്ലിക്കേഷൻ ആയതിനാൽ നമുക്ക് നോഡ് ലേറ്റസ്റ്റ് സ്റ്റേബിൾ വെർഷൻ നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഏതൊരു നോഡ് ആപ്ലിക്കേഷനും പോലെ നമുക്ക് NPM ആവശ്യമുണ്ട്. നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ NPM ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാളേഷന് ശേഷം നോഡ് പാത്ത് സിസ്റ്റം എൻവയറോൺമെൻറ്റ് വേരിയബിൾ ആഡ് ചെയ്യാൻ മറക്കണ്ട. പവർ ഷെൽ ഓപ്പൺ ചെയ്ത് node-v റൺ ചെയ്ത് നോഡ് ഇൻസ്റ്റാളേഷൻ വെരിഫൈ ചെയ്യാം. നമ്മുടെ സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യാൻ ഒരു നല്ല ടെക്സ്റ്റ് എഡിറ്റർ ചൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന VS കോഡാണ്. ആദ്യം നമ്മുടെ വർക്ക് ഫോൾഡർ ഒരു ടെർമിനൽ വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക. npm init എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഒരു നോഡ് ആപ്ലിക്കേഷൻ വർക്ക് ഫോൾഡറിൽ ഇനിഷ്യലൈസ് ചെയ്യുക. npm എന്ന ബിൽഡ് ടൂൾ നിങ്ങളുടെ ആപ്പിൻ്റെ ബേസിക് സെറ്റിംഗ്സ് ഡിഫൈൻ ചെയ്യും. ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ ഒരു package.json എന്ന കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആപ്പ് ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ചെയ്യുക. package.json ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആപ്പിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ കാണാനാവും. ഇലക്ട്രോൺ വെബ്സൈറ്റിൽ നമ്മുടെ ഇലക്ട്രോൺ ആപ്പിൻ്റെ ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു main.js ഫയലും ഒരു index.html ഫയലും ഇങ്ങനെ ആഡ് ചെയ്യാം. HTML നമ്മുടെ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ main.js നമ്മുടെ ആപ്ലിക്കേഷൻ ലോജിക്ക് ഹാൻഡിൽ ചെയ്യുന്നു. main.js ഫയലാണ് ഏതൊരു ഇലക്ട്രോൺ ആപ്പിനും സാധാരണയായി സ്റ്റാർട്ടിംഗ് പോയിൻ്റായി അസൈൻ ചെയ്യുന്നത്. അതിനാൽ package.jsonൽ മെയിൻ എന്ന പ്രോപ്പർട്ടി main.js ആയി അസൈൻ ചെയ്യാം. നമ്മുടെ സ്ക്രിപ്റ്റ് ഇലക്ട്രോൺ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് പ്രോപ്പർട്ടി electron എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇലക്ട്രോൺ ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടു തരത്തിൽ ഒരു Node.js ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്: ഗ്ലോബൽ ഇൻസ്റ്റലേഷനും ലോക്കൽ ഇൻസ്റ്റലേഷനും. ഇലക്ട്രോൺ ഫ്രെയിംവർക്ക് ഗ്ലോബൽ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഏത് വെർഷൻ ആണോ ഇൻസ്റ്റാൾ ആവുന്നത് ആ വെർഷനിൽ മാത്രമായിരിക്കും നമ്മുടെ എല്ലാ ആപ്പിൻ്റെയും ഡെവലപ്മെൻറ്റ് സാധിക്കുക. അതേസമയം ഇലക്ട്രോൺ ഒരു ആപ്പിന് മാത്രമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അടുത്ത ആപ്പ് ഡെവലപ്മെൻറ്റിനും വേറെ ഒരു ഇൻസ്റ്റലേഷൻ ആവശ്യമാണ്. ഓരോ
ഡെസ്ക്ടോപ്പും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇലക്ട്രോൺ എൻവയറോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാനാകും. നമുക്ക് ഇലക്ട്രോൺ ആദ്യം ലോക്കലായി ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി കൺസോൾ വിൻഡോയിൽ npm install save dev electron എന്ന് റൺ ചെയ്യുക. ഇത് നിങ്ങളുടെ ഇലക്ട്രോൺ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് ഇലക്ട്രോൺ ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ് ആഡ് ചെയ്യാം. main.js ഇലക്ട്രോൺ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക. Node.js ആപ്ലിക്കേഷനിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി റിക്വയർ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ആപ്പ്, ബ്രൗസർ വിൻഡോ എന്നീ രണ്ട് ഒബ്ജക്റ്റുകൾ ഇലക്ട്രോണിൽ നിന്നും പുൾ ചെയ്യണം. ആപ്പ് എന്നത് ഇലക്ട്രോണിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എൻ്റയർ ആപ്ലിക്കേഷനാണ്. ബ്രൗസർ വിൻഡോ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിൻ്റെ ഒരു ക്ലാസ് ആണ്. ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ക്രിയേറ്റ് വിൻഡോ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. ഡിസ്പ്ലേ ചെയ്യാനുള്ള വിൻഡോയ്ക്ക് ആവശ്യമായ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസ് കൊടുത്ത് ഒരു ന്യൂ ബ്രൗസർ വിൻഡോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിൻ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യാം. വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള യൂസർ എലമെൻറ്റ്സ് index.html എന്ന ഫയലിൽ ആണ് ആഡ് ചെയ്യുന്നത്. അതിനാൽ അത് ഇലക്ട്രോൺ ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുവാനായി വിൻ ഒബ്ജക്റ്റിൽ ഉള്ള ലോഡ് ഫയൽ ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെൻ്റായി പാസ് ചെയ്യാം. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ക്ലാസ് പ്രോഗ്രാമുകൾ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നും വിവിധങ്ങളായ ഫംഗ്ഷനുകൾ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി നൽകുവാൻ നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഓരോ അവസരത്തിലും ക്ലാസ് ഫയലുകൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയോടും കൂടിയ ഒരു ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്യും. അങ്ങനെ ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റും പിന്നീട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റും വ്യത്യസ്തമായ സവിശേഷതകളോട് കൂടിയവയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഒബ്ജക്റ്റിലുള്ള വെൻറെഡി എന്ന അസിൻക്രണസ് മെത്തേഡ് കോൾ ചെയ്യാം. മെത്തേഡ് എക്സിക്യൂഷൻ സക്സസ്ഫുള്ളി ഫിനിഷ് ആകുമ്പോൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ക്രിയേറ്റ് വിൻഡോ ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്യാം. ഇത്രയും കോഡ് മതി ഒരു ഇലക്ട്രോൺ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുവാൻ. ഇതിൽ നമ്മുടെ എക്സ്ട്രാ ഒരു കോഡ് ക്രോമിൻ്റെ വിൻഡോസ് ഡെവലപ്മെൻറ്റ് ടൂൾ ഓപ്പൺ ചെയ്യാനായി ആഡ് ചെയ്യാം. ഒരു Node.js ആപ്ലിക്കേഷനിൽ app.on എന്നത് ഒരു ഇവൻ്റ് റിലേറ്റഡ് മെത്തേഡാണ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്തോന്ന് സംഭവിച്ചു, അതെന്താണ് സംഭവിച്ചത് എന്നാണ് മെത്തേഡ് പാരാമീറ്ററിലെ ആദ്യത്തെ ഐറ്റം. ഇവിടെ വിൻഡോ ആർ ക്ലോസ്ഡ് എന്ന സ്ട്രിങ് ആണ്. ഇലക്ട്രോണിൽ എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യുന്ന ഇവൻ്റാണിത്, വിൻഡോ ആർ ക്ലോസ്ഡ്. അടുത്തത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ്. ഈ ഇവൻ്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുക എന്നതാണ് app.on മെത്തേഡിൽ നമ്മൾ കൊടുക്കുന്നത്. കോൾ ബാക്ക് ഫംഗ്ഷനിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഡാർവിൻ അല്ലെങ്കിൽ, അതായത് മാക്OS പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ AppKit ചെയ്യുക. സാധാരണ macOSൽ cmd+q പ്രസ് ചെയ്താണ് ആപ്പ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തത് ആക്ടിവേറ്റ് ഇവൻ്റ് ആണ്. ആപ്പിലെ ഓൺ മെത്തേഡിൽ ആക്ടിവേറ്റ് ഇവൻ്റ് രജിസ്റ്റർ ചെയ്തു. കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഇപ്പോൾ ഓൺ ആയിരിക്കുന്ന വിൻഡോകളുടെ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ ക്രിയേറ്റ് വിൻഡോ മെത്തേഡ് കോൾ ചെയ്ത് പുതിയൊരു ബ്രൗസർ വിൻഡോ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കോൾ ചെയ്യുന്ന ഓൺ മെത്തേഡ് ആപ്പ് എന്ന ഒബ്ജക്റ്റിൽ നിന്നുള്ളതാണ്. ഇനി നമുക്ക് index.html എഡിറ്റ് ചെയ്യാം. ഇതിൽ സാധാരണ വെബ് ഡോക്യുമെന്റ് പോലെ HTML ഡോക്യുമെന്റായി ഡിഫൈൻ ചെയ്യുക. ഇനി ഇതിൽ ഒരു ഇൻലൈൻ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. അതിൽ ആദ്യത്തേത് നോഡ് വേർഷൻ ഡിസ്പ്ലേ ചെയ്യും. രണ്ടാമത്തേത് ക്രോം വേർഷൻ ഡിസ്പ്ലേ ചെയ്യും.
മൂന്നാമത്തെ സ്ക്രിപ്റ്റ് ഇലക്ട്രോൺ വേർഷൻ ഡോക്യുമെന്റിൽ റൈറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായ അടിസ്ഥാന ഫയലുകൾ എല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ബേസിക് ഇലക്ട്രോൺ ആപ്പ് റൺ ചെയ്യാൻ ടെർമിനൽ വിൻഡോയിൽ നിന്നും npm സ്റ്റാർട്ട് കമാൻഡ് റൺ ചെയ്യുക. ഇത് നമ്മുടെ ഇലക്ട്രോൺ ആപ്പ് റൺ ചെയ്യും. ഇലക്ട്രോൺ ആപ്പിന്റെ ബോയിലർ പ്ലേറ്റ് കോഡുകൾ ഗിറ്റ്ഹബിൽ ലഭ്യമാണ്. അതിനായി ഗിറ്റ് എന്ന വേർഷൻ കൺട്രോൾ സിസ്റ്റം നിങ്ങളുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഗിറ്റ്ഹബിൽ നിന്നും കോഡ് സിപ്പ് ഫയൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഗിറ്റ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ വർക്ക് ഫോൾഡറിൽ ഓപ്പൺ ആയിട്ടുള്ള ടെർമിനൽ വിൻഡോയിൽ ഗിറ്റ് ക്ലോൺ കമാൻഡ് ഇങ്ങനെ റൺ ചെയ്യുക. അതിനുശേഷം ഇലക്ട്രോൺ ക്വിക്ക് സ്റ്റാർട്ട് ആപ്പിലേക്ക് ടെർമിനൽ ചേഞ്ച് ചെയ്ത് npm ഇൻസ്റ്റാൾ കമാൻഡ് റൺ ചെയ്യുക. ഇത് നമ്മുടെ ഇലക്ട്രോൺ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഡിപ്പെൻഡൻസിയെയും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ ആഡ് ചെയ്യും. ഇനി npm സ്റ്റാർട്ട് കമാൻഡ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മോഡിലാണ് റൺ ചെയ്യുന്നത്. ആപ്പിന്റെ റിലീസ് വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺ പാക്കേജർ എന്ന ലൈബ്രറി യൂസ് ചെയ്യാം. അതിനായി ആദ്യം ഇലക്ട്രോൺ പാക്കേജർ npm ഉപയോഗിച്ച് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യുക. package.jsonൽ ഒരു പ്രൊഡക്റ്റ് നെയിം സെറ്റ് ചെയ്യുക. ഫൈനൽ പ്രൊഡക്റ്റിൽ ഇലക്ട്രോൺ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതിനാൽ പാക്കേജ് ഫയലിൽ ഇലക്ട്രോൺ ഒരു ഡെവ് ഡിപ്പെൻഡൻസി ആയി കൊടുക്കുക. റിലീസ് ബണ്ടിൽ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു തവണ നമ്മുടെ ആപ്പ് npm വച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ആപ്പ് ക്ലോസ് ചെയ്യാം. ഇനി കൺസോൾ വിൻഡോയിൽ ഇലക്ട്രോൺ പാക്കേജർ പീരീഡ് എന്ന് റൺ ചെയ്താൽ വിൻഡോസ് മെഷീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ കാണാനാവും. ഈ എറർ പവർ ഷെല്ലിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ കാരണമാണ്. അതിനായി നമുക്ക് ആ പവർ ഷെല്ലിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിന് ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ ചെയ്യുക. കറണ്ട് വർക്കിംഗ് ഫോൾഡറിലുള്ള ആപ്പ് റിലീസ് ബണ്ടിൽ ബിൽഡ് ആകും. ഇനി നമ്മുടെ വർക്ക് ഫോൾഡർ ചെക്ക് ചെയ്താൽ വിൻഡോസ് റിലീസ് ബണ്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോൾഡർ കാണാം. ഇതിലുള്ള exe ഫയൽ ആണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ. ഈ ഫോൾഡർ ഇങ്ങനെ ഒരു സിപ്പ് ഫയലാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതിൽ എങ്ങനെ ഒരു സെറ്റപ്പ് exe ക്രിയേറ്റ് ചെയ്യാം എന്ന് പിന്നീട് ഒരിക്കൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഇലക്ട്രോൺ ആപ്പ് എന്നും എങ്ങനെ ഒരു ഇലക്ട്രോൺ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വിൻഡോസ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതൽ ഇലക്ട്രോൺ സംബന്ധമായ ഇൻഫർമേഷൻ ഈ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നയുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്പോൾ ലഭ്യമാകാൻ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.